കരിങ്കാലിപ്പണി നടക്കത്തില്ല. എന്തായാലും ഈ കേരളത്തിലെ ആശമാരെന്ന് പറഞ്ഞാൽ നട്ടലുള്ള പെണ്ണുങ്ങളാണ്. അവരുടെ അടുത്ത് ഈ പണിയൊന്നും വിലപ്പോവില്ല എന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണ്. ആശമാരെല്ലാ വീടുകളിലെയും ആളുകളെ അവരുടെ പൾസ് അറിയാവുന്നവരാണ്. അതുകൊണ്ട് ആശമാരെ തോൽപ്പിക്കാൻ പറ്റില്ല. നമ്മൾ തൊഴിലാളികളാണ്, അതിന്റെ അന്തസ്സുണ്ട്, അഭിമാനം നമുക്കുണ്ട്. ശമ്പളമില്ല, അവർക്ക് കൊടുക്കുന്ന നക്കാപ്പിച്ച സമയത്ത് കൊടുക്കില്ല, അവര് പിരിഞ്ഞു പോകുമ്പോ പെൻഷൻ ഇല്ല എന്ന് പറയുന്ന ഈ പരിപാടി നടക്കില്ല എന്ന് പറയുന്നുണ്ടല്ലോ. CITU ആണ് ആശമാർക്ക് വേണ്ടി സമരം ചെയ്തതെന്ന്. എങ്കിൽ എന്തുകൊണ്ട് 1.5 വർഷമായിട്ട് ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ തൊഴിലാളികൾ ഈ കേരളത്തിൽ സമരം ചെയ്യുന്നില്ല? CITUവിന്റെ നേതൃത്വത്തിൽ ഏത് മേഖലയിലാണ്? KSRTCയിലെ ഏറ്റവും വലിയ യൂണിയൻ CITUവിന്റെ അല്ലേ? ശമ്പളം കിട്ടുന്നില്ലല്ലോ, പെൻഷൻ കിട്ടുന്നില്ലല്ലോ, സമരം എവിടെ നമ്മൾ ചോദിക്കണം. അപ്പോൾ കേരളത്തിലെ പണിയെടുക്കുന്ന തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവരെ വെച്ച് കച്ചവടം ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കയറിപ്പറ്റി നമ്മുടെ ഖജനാവ് കാലിയാക്കിക്കൊണ്ടിരിക്കുന്ന, ധൂർത്തടിച്ചുകൊണ്ടിരിക്കുന്ന അദാനിമാർക്കും അംബാനിമാർക്കും വേണ്ടി വീട്ടുപണി ചെയ്യുന്ന ആളുകൾക്ക് അറിയില്ല തൊഴിലാളികളുടെ സമരത്തെ കുറിച്ച്. അതുകൊണ്ട് അവർക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കേരളത്തിലെ ആയിരക്കണക്കിന് ആശമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന് സമരം ചെയ്യുമെന്ന് അവര് വിചാരിച്ചത് CITU വിചാരിച്ചാലേ ആള് വരുമെന്നാണ്. CITU വിചാരിച്ചാലേ സമരം നടക്കുമെന്നാണ് അവര് വിചാരിച്ചത്. CITU ഇല്ലാതെ, CITU എന്ന് പറയുന്ന തൊഴിലാളി പ്രസ്ഥാനം, അവരുടെ മാതൃസംഘടന ഈ തൊഴിലാളി പണിയെടുക്കുന്ന തൊഴിലാളിയുടെ മുന്നിൽ അപ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതുവഴി അവരുടെ കാൽ ചുവട്ടിലെ മണ്ണൊഴുകി പോവുകയാണ്. അവരത് മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ തോളിൽ കൈയിട്ട് നടക്കാൻ വലിയ വലിയ കോർപ്പറേറ്റുകൾ ഉണ്ടെങ്കിലും ചവിട്ടി നിൽക്കുന്നത് ഈ തൊഴിലാളികളുടെ തോളിലാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ആ തൊഴിലാളികൾ അങ്ങോട്ട് തട്ടി താഴോട്ടിട്ടാൽ അങ്ങ് മുതലാളിമാരുടെ തോളിലേക്ക് ഇവരുടെ കയ്യെത്തില്ല. ഈ അധികാര കസേരയിൽ ഇരിക്കുമ്പോഴേ മുതലാളിമാരുണ്ടാവൂ, കോർപ്പറേറ്റുകൾ ഉണ്ടാവൂ. തൊഴിലാളികളെ ചവിട്ടി താഴോട്ടിട്ടാൽ ഒരു നേതാവും ഉണ്ടാവില്ല, ഒരു നേതാവിനും ദല്ലാളുപണിയും നടക്കില്ല. അതുകൊണ്ട് ആത്യന്തിക ശക്തി എന്ന് പറഞ്ഞ തൊഴിലാളിയും പണിയെടുക്കുന്നവരും തന്നെയാണ്. ആ ശക്തിയിൽ തന്നെ യാതൊരു തരത്തിലുമുള്ള വിള്ളലുണ്ടാക്കാൻ പറ്റാത്ത ഒരു ശക്തിയാണ് പണിയെടുക്കുന്ന സ്ത്രീകളുടെ ശക്തി. അവർക്ക് രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ടായാൽ, അവർക്ക് അറിവും വിവേകവും ഉണ്ടായാൽ അവര് സംഘടിച്ചു തന്നെ നിൽക്കും. അതിനകത്ത് ഒരു വിഭാഗീയതയും നടക്കത്തില്ല. സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയത്തിന്റെയോ ജാതി മതത്തിന്റെയോ വിഭാഗീയതകളില്ലാതെ അവരെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടും. വളരെ വ്യക്തതയോടെ നമ്മുടെ ഡിമാൻഡ് എന്താണ്, അത് നേടിയെടുക്കാൻ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, അടിവെച്ച് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ള പാഠങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെയാണ് ട്രേഡ് യൂണിയന്റെ സമരത്തിന്റെ അവകാശ പോരാട്ടങ്ങളുടെ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്.